ആണ്. വളരെ രസകരമായിട്ടൊരു കാര്യമല്ലേ. അതുകൊണ്ട് ഇപ്പം ആരുടെ കൂര പൊട്ടെന്തെങ്കിലും പൊട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തട്ടയിടുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ ഞാൻ ഇസ്ലാമിനെ ശക്തിയുക്തം എതിർക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളിലെ ചില വിഷയങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ ഇവന്മാർക്ക് അങ്ങനെ അരിച്ചു വരും. നീ എന്തിനു വേണ്ടി ഈ വിഷയം പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. നമുക്കിനി കുറച്ച് സ്വർഗത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് ഇതുവരെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ആ കുരു വിക്ടർ പോൾ പൊട്ടിച്ചിട്ടേ നമ്മളിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ കാക്കായുടെ കുറച്ച് വഷളുകളാണ്. എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് കാക്ക കരയുക മാത്രമല്ല, കാക്ക സ്വർഗത്തിൽ കിട്ടുന്ന ആ ശുക്ലമഴയുണ്ടല്ലോ, അള്ളാഹു ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോഴേക്ക് മലക്കുകളെല്ലാം കൂടി ഒരുമിച്ച് വന്ന്, ലക്ഷക്കണക്കിന് മലക്കുകളാണ് കേട്ടോ, എല്ലാവരും കൂടി വന്നിട്ട് പടച്ചോൻ്റെ ലിംഗം പിടിച്ച് കുലുക്കുമ്പോൾ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ശുക്ലമാണ് മഴയായി താഴേക്ക് പതിക്കുന്നത്. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് അമ്ലമഴയൊക്കെ കണ്ടിട്ടുണ്ട്, ശുക്ലമഴ നമ്മൾ കേട്ടിട്ടില്ല. ആ ശുക്ലമഴയെക്കുറിച്ച് ഈ കേരളത്തിൽ അവബോധമുണ്ടാക്കി തന്ന ഒരു ഉസ്താദിൻ്റെ സ്വർഗത്തിൽ എന്തൊക്കെയാണുള്ളതെന്നറിയാമോ? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടുകളിലും ഫ്ലൈറ്റിനകത്തും നിങ്ങളൊന്ന് ഉച്ചയും കുത്തി മറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്. എന്താ സൗകര്യങ്ങളുണ്ടെങ്കിലും മക്കളെ നിങ്ങൾ അവിടെയൊക്കെ ഉച്ചയും കുത്തി മറിഞ്ഞോളൂ. ജർമ്മനിയുടെ തെരുവോരങ്ങളിൽ, ഫ്രാൻസിന്റെ പബ്ലിക് റോഡുകളിൽ, ഇനിയും ഇറ്റലിയിലാണെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട്, ഇനി അതല്ല നെതർലാൻഡ്സിലാണെങ്കിൽ നിങ്ങൾ ചർച്ചുകളിൽ പോയിട്ട് ചുമരുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് സ്വർഗം അല്ലാഹു തരും മക്കളെ. നിങ്ങൾ ചെയ്താൽ മാത്രം പോരാ, മറ്റവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയും വേണം കേട്ടോ. ശരി, ഉസ്താദ് പറയട്ടെ, എന്താണ് സ്വർഗമെന്നറിയാമോ? അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഉസ്താദെ തിന്നാനൊന്നുമില്ലേ സ്വർഗത്തിൽ? ഉണ്ട്. സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നു, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശി. ഇനിയും സ്വർഗത്തിലൊന്നും നക്കാൻ കിട്ടിയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സ്വർഗത്തിൽ രണ്ടു നേരമേ ശാപ്പാടുള്ളൂ. രണ്ടു നേരമാണ് സ്വർഗത്തിലെ ഫുഡ്. വലഹും അല്ല, സ്വർഗത്തില് ഒരു സെക്സ് തുടങ്ങിയാൽ 1 വർഷമാണ്. പിന്നെ 2 സമയമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ശാപ്പാട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇടവിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും. ശരിയെന്ന്. അവർക്ക് ആ സ്വർഗത്തിൽ അവരുടെ ഭക്ഷണമുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഉച്ചക്ക് ഊണില്ല. നിനക്ക് തോന്നുന്നുണ്ട് എന്നാ പിന്നെ സ്വർഗത്തിൽ പോണ്ടാന്നല്ലേ? സുഹൃത്തുക്കളെ, 2 നേരമേ ഫുഡുള്ളൂ സ്വർഗത്തിൽ, രാവിലെ വൈകിട്ട്. ബാക്കി സമയങ്ങളിലൊക്കെ എന്താ തിന്നോണ്ടേയിരിക്കും. എന്താ തിന്നാനുള്ള? كلما رزقوا منها من ثمرة الرزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها. الله سورة البقرة 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും, അല്ല, ഇവിടെ പഴങ്ങളും പച്ചക്കറിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഉച്ചയും കുത്തി മറിഞ്ഞിട്ടില്ല അവിടെ പോയിട്ട് ഇതൊക്കെ തിന്നാൻ. സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് ഭക്ഷണമായി ഫ്രൂട്ട്സ്. അനില, അങ്ങനെ പറയരുത്. 5 നേരം ഫുഡ് കിട്ടുന്ന സ്വർഗം മതി എന്ന് പറയരുത്. സ്വർഗത്തിൽ പോകുന്നത് തന്നെ ഡിങ്കോഡാൽഫിക്ക. ആ ഡിങ്കോഡാൽഫിക്കിടയിൽ ആരെങ്കിലും കൊണ്ടു കൊടുക്കുമായിരിക്കും. വാങ്ങിച്ചു നിന്നിട്ട് പിന്നെയും കളി തുടരാമായിരിക്കും. നൽകപ്പെടും. കായ്, കനികൾ, പഴവർഗ്ഗങ്ങൾ. അല്ലാഹു പറഞ്ഞു, ഏതെല്ലാം 11 കളി കളിച്ചിട്ട് നാറി നടന്ന നബിയേക്കാൾ വലിയ നാറി ഭൂമുഖത്തുണ്ടോടാ? അതിനേക്കാൾ വലിയ നാറിയവനാണോടാ നീ? നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമടാ നാറി. ഫ്രൂട്ട്സുകളുണ്ടോ? അത് മുഴുവനും സ്വർഗത്തിലുണ്ട്. എപ്പോഴും പഴവർഗ്ഗം. ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടാണ് ഈ ഉച്ചയും കുത്തി മറിയുന്നത്. അത് പറ. തിന്നോണ്ടേയിരിക്കും. നല്ല കളറല്ലേ സ്വർഗനിവാസികൾക്ക് അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കണം. മനസ്സിലായില്ലേ? ചുമ്മാ ഈ പൊറോട്ടയും ഈ ഇത് പുട്ട് മാത്രം തിന്നാ പോരാ. നല്ല ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിച്ച് കഴിക്കണം. അപ്പൊ നല്ല കളറ്. അല്ല,
ഇവിടെ കഴിക്കണമെന്നാണോ അതോ അവിടെ കഴിക്കണമെന്നാണ്? എന്ത് ഉസ്താദ് മനസ്സിലായില്ല. നല്ലതാ, പക്ഷെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്ന് എല്ലാ ഫ്രൂട്ട്സിലും എന്താ ഭയങ്കര മാരക വിഷമാണല്ലേ. ഇന്ന് വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട് ഉണ്ട്. ഏതാ മറ്റേ വലിയ വലിയ ഫ്രൂട്ട് നമ്മുടെ നാടൻ ചക്ക. അത് തന്നെ ചക്ക. ഇപ്പൊ കണ്ടില്ല ചക്ക, വരിക്ക ചക്കയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോവുക. നമുക്കൊന്നും കിട്ടൂല. തമിഴ്നാട്ടിൽ ചെന്നാൽ 2 ചുളക്ക് 20 രൂപ. 2 ചുളക്ക് 20 രൂപ. സുഹൃത്തുക്കളെ, ചുമ്മാ ചക്കപ്പഴത്തുന്നോ. അതിന്റെ കൂഴച്ചക്കയും ഉണ്ട്, അതിന്റെ വരിക്കച്ചക്കയും ഉണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് ഇടനേലപ്പം ഉണ്ടാക്കാം അല്ലെ. എന്റെ വല്യമ്മ 98ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ചക്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മമാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആഖിറത്തിലേക്ക് പോയി, ബർസഖി ജീവിതത്തിലേക്ക് പോയി. നമുക്ക് ചക്ക തിന്നുന്ന അത്ര വലിയ തെറ്റാണോ? ചക്ക തിന്ന വല്യമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. നീയോ ചക്ക ഉള്ളൂല. പിന്നെ മായ ചേർക്കാത്ത ഫ്രൂട്ടുള്ള നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പപ്പായ അല്ലെ. ഞങ്ങളുടെ ഇരാറ്റുപട്ടെ ഓമയ്ക്കാന്ന് പറയും. ഇവിടെ എന്ത് പറയുന്നു എനിക്കറിയില്ല. എന്താ പറയാ കപ്പളങ്ങ. കപ്പളങ്ങ. അതിന് ഓരോന്നിനും ഓരോ ജില്ലയിൽ ഓരോ പേരാ. സുഹൃത്തുക്കളെ, ഇത്രയും ബെസ്റ്റ് നല്ല പ്രോട്ടീനും എല്ലാം ഉള്ള ഒരു സാധനം വേറെ ഉണ്ടോ? ഒരു മായവും ഇല്ലല്ലോ, ഒരു ചെലവും ഇല്ലല്ലോ. അല്ലാഹു ഫ്രൂട്ട്സുകളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, സ്വർഗത്തിൽ എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ മരത്തിന്റെ മുകളിൽ കിടക്കുന്ന ആ പഴം സ്വർഗനിവാസിയുടെ അടുത്തേക്ക് വരുന്നതാണ്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വാഴയിൽ ഇവിടെ മുകളിലാണ് കൊലയെങ്കില് സ്വർഗത്തിലെ വാഴയ്ക്ക് താഴെയാണ് കൊലയെന്നാണ് കേട്ടോ. ഉസ്താദ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇലയും കുലയും താഴെയാണെന്ന്. എന്തൊരു പാട. ശരിയെന്നാ, ാണല്ലോ, മരത്തിന്റെ മുകളിലാണല്ലോ, അപ്രാപ്യമാണല്ലോ എന്ന് ചിന്തിക്കണ്ട. അള്ളാഹു പറയുന്നു, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അതിന്റെ വരവ് നിലയ്ക്കുകയില്ല. ഇതുപോലത്തെ വിവരദോഷികളായിട്ടുള്ള പൊട്ടന്മാരുണ്ടെങ്കിൽ എന്തോ ചെയ്യും? നിനക്ക് അതിനെ തടയപ്പെടുകയില്ല. അതിന്റെ കൊമ്പുകൾ, മുന്തിരിവള്ളികൾ, ആ കുലകൾ നിന്റെ അടുത്തേക്ക് അനുസരിപ്പിക്കപ്പെടും. നോക്കൂ, മുത്തുനബി പറയുകയാ, സ്വർഗനിവാസി കിടക്കുകയാണെങ്കിൽ അവന്റെ ചുണ്ടിന്റെ അടുത്ത് വന്ന് അതിന്റെ കുലകൾ വന്നു നിൽക്കും. നീ ഇരിക്കുകയാണെങ്കിൽ നടക്കും കൊലകൾ. നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നിന്നു തിന്നാവുന്ന രൂപത്തിൽ അതിന്റെ ചില്ലകൾ നിന്റെ അടുത്തേക്ക് ചാഞ്ഞു വരും. അള്ളാഹു പറയുന്നു അൽ-ഹഖ സൂറത്തിൽ, ആ കായികനികൾ നിന്റെ അടുത്തേക്ക് താഴ്ന്നു വരുന്നതാണ്. ഏണിയുടെ ആവശ്യമില്ല, ഏണിയുടെ ആവശ്യമില്ല, മറ്റൊന്നിന്റെയും ആവശ്യമില്ല. വലിച്ചു പറിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പേര് തോട്ടി. അത് തന്നെ നാടൻ പദം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ദുനിയാവും സ്വർഗ്ഗവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്? ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ? ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ? അല്ലാഹ് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ആ മാർക്കറ്റിൽ പോണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നില്ല. ശരിയാണ് കേട്ടോ. കാരണം പടച്ചോൻ തരാമെന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള സെറ്റപ്പുകളൊന്നും ഇവിടെ ഇല്ല. വേശ്യാലയമുണ്ടാക്കി സ്വർഗത്തിൽ കാത്തിരിക്കുന്ന പിഴച്ചോനുണ്ടല്ലോ, അതിനേക്കാൾ വലിയ സ്വർഗമൊന്നും ഒരു പടച്ചവനും തരാൻ പറ്റില്ല. ആ സ്വർഗത്തിന്റെ ഒരു അംശം നമ്മുടെ ഉസ്താദ് വാരി വിതറുന്നുണ്ട്. നമുക്ക് ആ സ്വർഗത്തിലേക്കൊന്ന് പോയിട്ട് വരാം. പറയൂ ഉസ്താദെ, ആ സ്വർഗമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഉസ്താദ് നമ്മളിപ്പോൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്പം ഒന്ന് ക്ഷമിക്കൂ. സ്വർഗത്തിലേക്കൊക്കെ ചെല്ലണമെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ വേണം. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. അല്ല റെനി, അത് തൂങ്ങിയാടുന്ന കുലകളും പഴങ്ങളും അത് വേറെയാണ്. ഇത് വേറെ തൂങ്ങിയാടലാണ്. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുൽ ലീങ്ങളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്.
കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ട് ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂർലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞത് കവായി ബാത്രാബ എന്ന് പറഞ്ഞതല്ല? എനിക്ക് നബിക്കാണെങ്കിൽ ഈ ഹൂർലിങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ വഴി നടക്കാൻ അനുവദിക്കാത്ത പ്രവാചകൻ എല്ലാ പെണ്ണുങ്ങളിലും ഒരു ഹൂറികളെ കാണുന്ന അങ്ങനെ ഒരു ഹൂറി തൽപരനായിരുന്നു. അതുകൊണ്ടാണ്, സാരമില്ല. അപ്പോ ഇവന്മാരെ കേട്ടോണ്ടിരിക്കുന്ന ഊളകളുടെ തൊലിക്കട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അതാണ് മീര ബി കോശി. ഇത് കേട്ടോണ്ട് അണ്ടിക്കണ്ണ് ഉരുട്ടി വായും പൊളിച്ച് കളിച്ച വായന്മാര് പോയി കേട്ടോണ്ടിരിക്കുക. ഇതാണ് സ്വർഗം അല്ലേ? ഹൂറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നുക. കെട്ടിക്കഴിഞ്ഞവന്മാർക്ക് വീട്ടിലുള്ളതിനെയൊക്കെ കാണുമ്പോഴത്തേക്കിന് 2-3 പെറ്റിട്ടിരിക്കുക, എടുത്ത് കിണറ്റിലിടാൻ തോന്നുകയും ചെയ്യും. ഹൂറികളുടെ സ്ഥലങ്ങളെക്കുറിച്ചും അവരുടെ നിതംബത്തെക്കുറിച്ചും അവരുടെ കൈയെക്കുറിച്ചും അവരുടെ നയനങ്ങളെക്കുറിച്ചുമൊക്കെ ഇവന്മാര് പറഞ്ഞ് ഈ പാവങ്ങളെ കോരിത്തരിപ്പിക്കും. എന്ത് ചെയ്യാനാണെന്ന് ഈ വിവരദോഷികളായ ഒരു ജനത ഈ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വേണമെങ്കിലും കഴുത്തിൽ കത്തിവെക്കും. യാതൊരു മടിയുമില്ലാത്ത ഒരു വിവരദോഷികളായ ജനത. ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഒക്ടോബർ 7-ാം തീയതി 1400 പേരെ കൊന്നവർ വിളിച്ചതെന്തായിരുന്നു? അല്ലാഹു അക്ബർ. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊന്നൊടുക്കിയ ഹിന്ദുക്കൾ ആ സമയത്തും അവർ വിളിച്ചതെന്തായിരുന്നു? അല്ലാഹു അക്ബർ. നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കിടന്ന് പിടയ്ക്കുന്നു, ഇവർ വിളിച്ചതെന്തായിരുന്നു? അല്ലാഹു അക്ബർ. സിറിയയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ കൊല്ലപ്പെട്ടപ്പോൾ കൊന്നവനും കൊല്ലപ്പെട്ടവനും വിളിച്ചു അല്ലാഹു അക്ബർ. ഇറാനിലും കൊന്നവനും കൊല്ലപ്പെട്ടവനും വിളിച്ചു അല്ലാഹു അക്ബർ. ചത്തുപോയ യമനികളും വിളിച്ചു അല്ലാഹു അക്ബർ. കൊന്നുകളഞ്ഞ സൗദികളും വിളിച്ചു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ കാക്ക?